സ്നേഹസംവാദത്തിന്റെ ഇബ്രാഹിമിയൻ മാതൃകയാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അത് ഈ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സംഭാഷണത്തിലൂടെ, ആരോഗ്യകരമായ സംവാദത്തിലൂടെ മാത്രമേ ഈ സമുദായത്തിനും സമൂഹങ്ങൾക്കും ഇടയിലുള്ള ഈ ഒരു മതിൽക്കെട്ടുകളെ നമുക്ക് പൊളിച്ചു കളയാൻ സാധിക്കുകയുള്ളൂ. അത് പതിനൊന്നാമത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച ആ ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സംവാദം അത് അതിൻ്റെ ഒരു ക്രക്സാണ്, അതിൻ്റെ അടിസ്ഥാനമാണ്. മാന്യമായിട്ട് ഒരാൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള പറഞ്ഞത് ഇസ്ലാമിൻ്റെ ഒരു അന്തസത്തയാണ്. ഖുർആനിൽ തന്നെ കുൽ എന്നുള്ള പദവും, കുൽ എന്ന് പറഞ്ഞാൽ താങ്കൾ പറയുക എന്നുള്ള പദവും, കാലു അവർ പറഞ്ഞു എന്നുള്ള പദവും തുല്യാണ്. അഥവാ 322 തവണയാണ് വന്നത്. ഇത് ഖുർആനിൽ ഒരു ഇജാസ് ആയിട്ട് പറയാറുണ്ട്. അവര് പറഞ്ഞു എന്ന പദവും അതുപോലെ തന്നെ നിങ്ങൾ പറയുക എന്നുള്ള പദവും പറയുക എന്നുള്ള പദവും രണ്ടും എന്താണ്? തുല്യാണ്. അഥവാ കൃത്യമായിട്ടുള്ള സ്നേഹ സംവാദത്തിലൂടെയാണ് എന്താക്കേണ്ടത്, ഇസ്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള വലിയൊരു സന്ദേശം ഈ ഒരു സൂക്തം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മളൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ സൂറത്ത് സബയിൽ ഒരു സൂക്തമുണ്ട്. അള്ളാഹു പറയാണ്, ഖുൽ മൻ യർസുഖുകും മിനസ് സമാവാതി വൽ അർദ് ഖുലില്ലാ വഇന്നാ ഔ ഇയ്യാകും ലഅലാ ഹുദൻ ഔ ഫി ളലാലിൻ മുബീൻ. ഖുൽ മൻ യർസുഖുകും മിനസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് ഭക്ഷണം നൽകുന്നത് ആരാണ്? ഖുലില്ലാ, അള്ളാഹു ആണെന്ന് നിങ്ങൾ പറയുക. വഇന്നാ ഔ ഇയ്യാകും ലഅലാ ഹുദൻ ഔ ഫി ളലാലിൻ മുബീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഇന്നാ, ഒന്നെങ്കിൽ നമ്മൾ, ഔ ഇയ്യാകും ലഅലാ ഹുദൻ ഔ ഫീ ളലാലിൻ മുബീൻ, ഒന്നെങ്കിൽ ഹുദയിൽ സന്മാർഗത്തിലായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഔ ഫീ ളലാലിൻ മുബീൻ, വഴികേടിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100% എന്താണ്? ശരിയിലാണ് എന്നറിയാം. പക്ഷെ എന്നാലും എന്താണ് ഖുർആൻ അവിടെ പ്രയോഗിച്ചത്? വ ഇന്നാ ഔ ഇയ്യാകും ലഅലാ ഹുദൻ, ഒന്നെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ എന്നാണ്. അപ്പോൾ അത് ഒരു പ്രതിപക്ഷ ബഹുമാനം എത്രത്തോളം കീപ്പ് ചെയ്യണമെന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അതിൻ്റെ തൊട്ടടുത്ത സൂക്തം ഒന്നുകൂടി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അതിൽ പറയുന്നത്, ഖുല്ലാ തുസ്അലൂന അമ്മാ അജ്റംന, നമ്മൾ ചെയ്ത പാപത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയില്ല. വലാ നുസ്അലു അമ്മാ തഅമലു, നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ച് നമ്മളോട് ചോദിക്കൂല. അഥവാ സ്വന്തം പ്രവർത്തനത്തെ പറഞ്ഞപ്പോൾ അവിടെ അജ്റമ യുജ്രിമു എന്ന് പറഞ്ഞാൽ പാപം എന്നാണ്. ആ പാപം എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പറഞ്ഞത് മിമ്മാ തുജ്രിമു എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തെ കുറിച്ച് എന്നാണ്. അപ്പോൾ ഇസ്ലാമിന് ഒരു കോൺഫിഡൻസ് ലെവലും കൂടിയാണ്. ഈ ഒരു സ്നേഹ സംവാദം നടക്കുകയാണെന്നുണ്ടെങ്കിൽ തെളിവ് കൊണ്ട് ഇസ്ലാമെ അതിജയിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്ര ഒരു കോൺഫിഡൻസ് ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു ഭാഷയിൽ ഖുർആൻ സംസാരിക്കുന്നത്. അതെ, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സൂക്തങ്ങൾ നമുക്ക് എന്താക്കാം ഖുർആനിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം ഖുൽ യജ്മഉ ബൈനനാ റബ്ബുന തുമ്മ യഫ്തഹു ബൈനനാ ബിൽ ഹഖ്, അവിടെ റബ്ബുന എന്നാണ് പറഞ്ഞത്, എൻ്റെ റബ്ബ് എന്നല്ല. അവരെയും കൂടി ഉൾക്കൊള്ളിച്ചിട്ട് എല്ലാവരെയും കൂടി ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഖുൽ യജ്മഉ ബൈനനാ റബ്ബുന തുമ്മ യഫ്തഹു ബൈനനാ ബിൽ ഹഖ്, നമ്മുടെ രക്ഷിതാവ് നമ്മളെ ഒരുമിപ്പിച്ചേക്കാമെന്നുള്ള. അപ്പോൾ ഇസ്ലാം സ്നേഹ സംവാദം നടത്തേണ്ട രീതി എപ്രകാരമാണ് എന്ന് ഖുർആൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മൾ മറ്റൊരു കാര്യം കൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഫിർഔന് പറഞ്ഞത് ഞാൻ ദൈവമാണ് എന്നല്ല, ഫഖാൽ അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് വലിയ ദൈവം. ചെറിയ ദൈവങ്ങൾ കുറെ ഉണ്ടാകാം, പക്ഷെ ഫഖാൽ അന റബ്ബുക്കുമുൽ അഅല, ഇതാണ് ഫിർഔൻ പറഞ്ഞത്. അതേസമയം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനാണ്. ഇങ്ങനത്തെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇത്രയും ക്രൂരനായിട്ടുള്ള ധിക്കാരിയായിട്ടുള്ള ഫിർഔന്റെ അടുത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത് എന്താണ്? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷാ, അവരോട് വളരെ മാന്യമായിട്ട് സംസാരിക്കാനാണ് പറയുന്നത്. അഥവാ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനോട് അങ്ങേയറ്റം ക്രൂരനായിട്ടുള്ള അക്രമിയായിട്ടുള്ള ഫിർഔനോട് പോയി സംസാരിക്കുന്ന സന്ദർഭത്തിലും എന്താണ്, നിങ്ങൾ ഹാർഷായിട്ട് പറയാനല്ല പറയുന്നത്, വളരെ മാന്യമായിട്ട് പറയുക എന്നാണ് എന്താകുന്നത്, മൃദുലമായി സംസാരിക്കണം എന്നാണ് പറയുന്നത്. അതെ, മൃദുലമായിട്ട് സംസാരിക്കാനാണ് പറയുന്നത്. ഇതൊക്കെ ഈ ഒരു സംവാദം എപ്രകാരമായി തീരണമെന്ന് വളരെ കാണുന്നുണ്ടല്ലോ. അവർക്ക് മനസ്സിലാവുന്നതിനനുസരിച്ച് പറയുന്നുണ്ട്. പിന്നെ ഹദ്ദിസുന്നാസ് ബിമാ യഅരിഫൂൻ, നിങ്ങൾ ആളുകൾക്ക് മനസ്സിലാണ് സംസാരിക്കണം കേട്ടോ.
അതുരീദൂന യുക്കദ്ദബല്ലാഹു വറസൂലുഹു, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എടുത്തുചാട്ടം കാരണത്താൽ അള്ളാഹും റസൂലും ഒരിക്കലും ഉത്തരവാദിയാവരുത്, കളവാക്കപ്പെടരുത് എന്ന് അധിക്ഷേപിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുതെന്ന് നമുക്ക് അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കൽ യുദ്ധമുഖത്ത് വെച്ചുകൊണ്ട് ഒരു ശത്രു മുഖത്തേക്ക് തുപ്പുന്ന സമയത്ത് പ്രതികാരം എടുക്കുന്നില്ല. കാരണം ശത്രുവിനെ വകവരുത്താൻ നിൽക്കുന്ന സമയത്ത് മുഖത്തേക്ക് തുപ്പിയ കാരണത്താൽ വാള് ഉറയിലേക്ക് തന്നെ തിരിച്ചു വെക്കും. അപ്പോൾ അലി റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ശത്രുവിനെ വെട്ടാൻ നോങ്ങിയിട്ട് തിരിച്ചു വാള് ഉറയിലേക്ക് ഇട്ടു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശത്രുവിന്റെ മുഖത്തേക്ക് തുപ്പി. ഞാൻ അദ്ദേഹത്തെ വെട്ടിക്കഴിഞ്ഞാൽ ആളുകൾ പറയും അലി റളിയല്ലാഹു അൻഹു തൻ്റെ മുഖത്തേക്ക് തുപ്പിയ കാരണത്താലാണ് ആ മനുഷ്യനെ വകവരുത്തിയത്. അപ്പോൾ സ്വന്തത്തിന് വേണ്ടി പ്രതികാരം എടുക്കുക അല്ലെങ്കിൽ ആളുകളെ തകർക്കുക തളർത്തുക എന്നുള്ള ഒരു കാര്യം ഇല്ല. മറിച്ച് എപ്പോഴും ദീനിന് വേണ്ടി സംസാരിക്കുക, അള്ളാഹുവിന് വേണ്ടി റസൂലിന് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇനി നമുക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു സംഭാഷണത്തിലേക്ക് വരാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആൻ ഇത് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ഷൈഅ, കേൾക്കേ കാണേ താങ്കൾക്ക് ഒരു നേട്ടവും ഒന്നും തരാത്ത ആ ഒരു ബിംബത്തെ എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് വളരെ മാന്യമായിട്ട് ചോദിക്കും. ഇവിടെ ഖുർആനിൽ യാ അബത്തി എന്നാണ് പറഞ്ഞത്. യാ അബത്തി എന്നതിൻ്റെ ഒരു ഭാഷാർത്ഥം ഏകദേശം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ പൊന്നുപ്പ എന്നൊക്കെ പറയാം. ഒന്നുകൂടി ഒരു ലാളിത്യം, പ്രിയപ്പെട്ട പിതാവ്, ഒന്നുകൂടി ഒരു ലാളിത്യം സൂചിപ്പിക്കുന്ന ഒരു പദമാണ് യാ അബത്തി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅ മാ ലം യഅതിക, താങ്കൾക്ക് ഇല്ലാത്ത കുറച്ച് വിവരം ഞാൻ വലിയ അറിവുള്ള ആളാണ്, പിന്നെ എനിക്കിതൊക്കെ അറിയാമെന്നുള്ള ആ ഒരു അഹങ്കാരത്തിൻ്റെ സ്വഭാവത്തിലല്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. ഇത് ഒന്നുകൂടി ഇതിൻ്റെ ഒരു ആത്മാവ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ അറബി ഭാഷയുടെ ആ ഒരു സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോഴാണ് ഇത് കൂടുതൽ മനസ്സിലാവുക. അപ്പോൾ ഒരു അഹങ്കാരം വളരെ വിനയാന്വിതമായിട്ടാണ് പറയുന്നത്. അത് പല രീതിയിലും പറയാം. പക്ഷെ അതൊന്നുമില്ലാതെ എനിക്ക് പഠിച്ചവന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് ഒരു പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞേക്കാം, അതുകൊണ്ട് എന്താണ് നിങ്ങൾ എന്നെ അനുസരിക്കുക എന്നാണ് പറയുന്നത്. യാ അബത്തി, ഈ അബത്തി വീണ്ടും വീണ്ടും ആവർത്തിച്ചാണ് എന്താകുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. യാ അബത്തി ലാ തഅബുദി ശൈത്താൻ ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ, പിശാചിനെ ഒരിക്കലും എന്താക്കരുത്, ആരാധിക്കരുത് കേട്ടോ. പിശാച് എന്താണ്, കാരുണ്യവാനായ അള്ളാഹുവിനോട് വഴിക്കേട് പ്രവർത്തിച്ച അനുസരണക്കേട് കാണിച്ചവനാണ്. പിന്നെ അതിനുശേഷമുള്ള യാ അബത്തി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ. ആ ഒരു വേർഡിങ്ങൊക്കെ നമ്മൾ പണ്ഡിതന്മാരൊക്കെ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ അദാബ്, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ശിക്ഷ താങ്കൾക്ക് ലഭിക്കുന്നതിന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അള്ളാഹുവിനെ പറഞ്ഞപ്പം പിന്നെ ഖഹാറായിട്ടുള്ള അല്ലെങ്കിൽ അസീസായിട്ടുള്ള പ്രതാപശാലി അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്, കാരുണ്യവാനായിട്ടുള്ള യാ അബത്തി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാനി, അള്ളാഹു അങ്ങേയറ്റം കാരുണ്യവാനാണ്. പക്ഷെ അങ്ങനെയൊക്കെ കാരുണ്യവാനാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വെച്ച് പൊറിപ്പിക്കൂലട്ടോ. അപ്പോൾ അദാബും മിനർ റഹ്മാനി എന്നാണ് പറഞ്ഞത്. മിനൽ ഖഹാരി എന്നോ അല്ലെങ്കിൽ മിനൽ അസീസി എന്നോ അല്ലെ മിനൽ മുൻതഖിമി എന്നോ, അതൊക്കെ അള്ളാഹുവിന്റെ നാമങ്ങളാണ്. അതൊന്നും പറയാതെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ മുൻനിർത്തിയിട്ടാണ് എന്താകുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. ഇങ്ങനെ വളരെ മാന്യമായ രീതിയിലാണ് എന്താക്കുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനെ, അവിടെ യമസ്സ എന്നാണ് പ്രയോഗിച്ചത്. പിതാവിനോട് വലിയ സ്നേഹത്തിലാണ് സംഭാഷണം മുഴുവൻ നടക്കുന്നത്. അവിടെ ശരിക്കും ശിക്ഷ ഇറങ്ങാന്ന് വേണമെങ്കിൽ പ്രയോഗിക്കാം. പക്ഷെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളെ സ്പർശിക്കുക പോലും ചെയ്യരുത് എന്നുള്ള ഒരു വലിയ ഒരു മനസ്സിന്റെ ഒരു ആഗ്രഹമാണ് പിന്നെ ഇബ്രാഹിം നബി തന്റെ പിതാവിനോട് പങ്കുവെക്കുന്നത്. പിന്നെ എന്നിട്ടും അവര് ഖാല അറാഗിബൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ലഇൻ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എന്താകുന്നില്ല, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവിൻ്റെ മനസ്സ് അലിയുന്നില്ല. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വളരെ മാന്യമായിട്ട് ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറുക റബ്ബി, അവരോട് കൂടുതലൊന്നും എന്താകാൻ പോയില്ല പറഞ്ഞിട്ട് പിന്നെ ആ രീതിയിലാണ് എന്താക്കുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ സംഭാഷണം അവസാനിപ്പിക്കുന്നത്. ഇതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവിനോട് നടത്തിയ ആ ഒരു സംഭാഷണത്തിൻ്റെ രത്നച്ചുരുക്കം. ഇതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സൊസൈറ്റിയോടും സംസാരിക്കുന്നുണ്ട്. അത് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ കല്ലിമിന്ന സാല ഖദ്രി ഒക്കൂലിഹി എന്ന് പറഞ്ഞല്ലോ, അവർക്ക് മനസ്സിലാകുന്ന കോലത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പറയുന്നത് വളരെ രസകരമായ രീതിയിലാണ്. അവരൊക്കെ
പിന്നെ സൂര്യനെയും നക്ഷത്രങ്ങളെയും അവരൊക്കെ ആരാധിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അവരോട് നേരിട്ട് വന്നിട്ട് ഇതൊക്കെ എന്താണ്, അതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിലല്ല ആദ്യം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. ആദ്യം അവർക്ക് തന്നെ മനസ്സിലാകുന്ന കോലത്തിൽ അവരുടെ മനസ്സ് പറഞ്ഞു കൊടുത്ത് അവരുടെ മനം മാറ്റാനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഖുർആൻ പറയുന്നുണ്ട്, വൈദ കാല ഇബ്രാഹിമുലി അബീഹി ആസർ. അവിടെ ഒരു നമ്മളൊന്ന് വിശദീകരിക്കണം എന്ന് തോന്നുന്നുണ്ട്. ഇലി അബീഹി ആസർ എന്നാണ് പറയുന്നത്. പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് നേരെ പിതാവായിരുന്നില്ല ആസർ. പിന്നെ ഖുർആനിൽ അബ് എന്ന് പറഞ്ഞത് പിന്നെ വളർത്തിയ പിതാവ് എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം ഖുർആനിൽ ഇത് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി, അവിടെ പറയുന്നുണ്ട് ഖാലു നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മായില വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദാന്ന്. ഇവിടെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നേരിട്ടുള്ള പിതാവ് ആരാണ്? ഇസ്ഹാഖ് നബിയാണ്. ഇസ്ഹാഖ് നബിയുടെ പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. പക്ഷെ അവിടെ എന്താക്കിയിട്ടുണ്ട്, ആബാ എന്ന് പറഞ്ഞിടത്ത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും പറയുന്നുണ്ട്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും എന്തല്ല, പിതാവല്ല, നേരെ വരുന്നില്ലല്ലോ, പിതൃ സഹോദരനാണ്. അപ്പൊ അവിടെ എന്തായിട്ടുണ്ട്, നബിയെ സംബന്ധിച്ചിടത്തോളം പിതാവല്ല ഇസ്മായിൽ നബി. അതെ അതെ, യാക്കൂബ് നബിയുടെ അതെ ഇസ്ഹാഖ് നബിയുടെ സഹോദരനാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാം. അതെ, സഹോദരനാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ടും അവിടെ എന്താണ് ആബാ എന്ന് പറയുന്നത്. അപ്പൊ നേരിട്ടുള്ള പിതാവ് അല്ലെങ്കിലും എളാപ്പ മൂത്താപ്പ അവരെയൊക്കെ എന്താണ് ആബാ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആബാ പിതാവ് എന്ന് ആസറിനെ പറഞ്ഞത്. എന്നാൽ ചില പണ്ഡിതന്മാർ അതെല്ലാം നേരെ പിതാവാണ് എന്നും എന്താക്കിയിട്ടുണ്ട് പറഞ്ഞിട്ട്. ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ജനങ്ങളോട് ആദ്യം തന്നെ ഫലമ്മ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബൻ ഖാല ഹാദാ റബ്ബി ഫലമ്മ ഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലിൻ. അവരാദ്യം നക്ഷത്രം കണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ആ നല്ല നക്ഷത്രം, കാണാൻ നല്ല രസമുണ്ടല്ലോ, ഇതന്നെയാണ് നമ്മളെ ദൈവം, നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ പടച്ചോന്, ഇത് തന്നെയാണ് എന്താക്കി അവരുടെ കൂടെ നിന്ന് സംസാരിച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഇത് ശരിയാണല്ലോ. പിന്നെന്താക്കി, അത് മറിഞ്ഞു പോയപ്പോൾ ഇതിങ്ങനെ മറിഞ്ഞു പോകുന്ന ഒരു കാര്യം അതെങ്ങനെയാണ് ദൈവം പറ്റൂലല്ലോ, അതൊരിക്കലും ശരിയല്ലല്ലോ എന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫലമ്മാ റഅൽ ഖമറ ബാസിഗൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ ഫല ഖാല ലഇല്ലം യഹ്ദിനി റബ്ബി ലഅകൂനന മിനൽ ഖൗമിൽ ളാലിം. പിന്നെ അവർ ചന്ദ്രനെ കണ്ടു. ചന്ദ്രനെ കണ്ടപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു എന്നാൽ ചന്ദ്രന് ഇതായിരിക്കാം, കുറച്ചും കൂടിയൊക്കെ വലുപ്പത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒന്നുകൂടിയും ഇതാണ് നമ്മളെ ദൈവമെന്ന് അവരെയും കൂടിയും ചേർത്ത് പറഞ്ഞു. ഖാല ഹാദാ റബ്ബി. അപ്പോൾ പിന്നെ ഇതാണ് എൻ്റെ ദൈവമെന്ന് അപ്പോൾ എന്താണ് അവർക്കും കൂടി ഒന്ന് ആക്സെപ്റ്റബിൾ ആയല്ലോ. പിന്നെ അത് മറിഞ്ഞപ്പോൾ എന്താക്കി, ഇതിങ്ങനെ പിന്നെ അസ്തമിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതില്ലാതാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് നമ്മളെ ദൈവം ഒരിക്കലും അഫല ഖാല ഇല്ല മെഹദീനി റബ്ബി ലഅകൂനന മിനൽ ഖൗമിൽ ളാലിൻ, അതാവില്ല എന്ന് പറഞ്ഞു. പിന്നെ ഫലമ്മ റഅ അശ്ശംസ ബാസിഗതൻ ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ. പിന്നെ സൂര്യൻ ഉദിച്ചപ്പോൾ ഇത് ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഇതെന്താണ് ഒന്നുകൂടി വലുതാണല്ലോ, ഇതാണ് എൻ്റെ ദൈവം എന്ന് ആര് പറഞ്ഞു? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. പക്ഷേ പിന്നെ ഫലമ്മ അഫലത്ത് ഖാല യാ ഖൗമി ഇന്നി ബരീ മിമ്മാ തുശ്രികൂൻ, അതും അസ്തമിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഇതിങ്ങനെ അസ്തമിക്കുന്നത് ഒരിക്കലും എന്താവില്ല, എൻ്റെ ദൈവമാവില്ല. അപ്പോൾ അവരെയും കൂടി ചേർത്ത് അവരോട് കൂടെ ഇങ്ങനെ പറഞ്ഞപ്പം അവർക്ക് എന്താക്കി, അപ്പോഴാണ് എന്താകുന്നത് അവരുടെ ബുദ്ധി വർക്കാവുന്നത്. അപ്പോൾ അതിന്റെ പേരിൽ ഒരുപാട് ആൾക്കാർ ചിന്തിക്കട്ടെ എന്നുള്ള രീതിയിലാണ് എന്താകുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇന്നി വജ്ജഹ്തു വജിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥനിലേക്കാണ് ഞാൻ മടങ്ങുന്നത് എന്ന് പറഞ്ഞ് പിന്നെ അതിന്റെ തുടർച്ചയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കലും അസ്തമിച്ചു പോവാത്ത എൻ്റെ ദൈവത്തിലേക്ക് ഞാൻ മടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു എപ്പിസോഡ് നമ്മൾ പറഞ്ഞു വരുന്നത് ആ ഒരു സ്നേഹ സംവാദത്തിന്റെ ഇബ്രാഹിമിയൻ മാതൃകയാണ് നമ്മൾ എന്താകുന്നത് പറയാൻ ശ്രമിക്കുന്നത്. അത് ഈ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സംഭാഷണത്തിലൂടെ, സ്നേഹ സംവാദത്തിലൂടെ ആ ഒരു സംവാദങ്ങൾ ഉയർന്നു വരികയാണെന്നുണ്ടെങ്കിൽ, പണ്ട് പിന്നെ അറിയാനും വാദിക്കാനും തർക്കിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണെന്ന് പറഞ്ഞതുപോലെ ആ ഒരു സ്നേഹ സംവാദം ഉയർന്നു വരുന്ന ആരോഗ്യകരമായ സംവാദത്തിലൂടെ മാത്രമേ ഈ സമുദായത്തിനും സമൂഹങ്ങൾക്കും ഇടയിലുള്ള ഈ ഒരു മതിൽക്കെട്ടുകളെ നമുക്ക് പൊളിച്ചു കളയാൻ സാധിക്കുകയുള്ളൂ. അത് ആ ഒരു സ്നേഹ സംവാദം നടക്കേണ്ടത് എങ്ങനെയാണ് എന്നതിൻ്റെ ഉദാത്ത മാതൃക ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഇത്രയും പറഞ്ഞ് നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.